അങ്ങനെ പുതിയൊരു ഡ്രസ്സ് എടുത്തപ്പോഴേക്കിനും ഞാനത് ഇട്ടു കേട്ടോ. ഞാൻ വാഷ്റൂം കയറി ഡ്രസ്സൊക്കെ മാറി. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഔട്ട്ഫിറ്റ്സ്? കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ അവരെ കൊണ്ട് ഫോട്ടോസ് എടുപ്പിക്കാം. ഫോട്ടോ എടുത്തരോ? ഫോട്ടോ എടുത്ത് ഇനി നമ്മളെങ്ങോട്ടോ വീട്ടിൽ പോയല്ലേ? ഫുഡ് കഴിക്കാൻ പോകണം ഗൈസ്. ആ ഫുഡും കൂടി കാണിച്ച് ഞങ്ങൾ അതിൻ്റെ പേര് കേട്ടോ. അപ്പം നമ്മളിന്ന് എല്ലാവരും വന്ന റെസ്റ്റോറൻറ്റ് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ മെട്രോ കയറാൻ വേണ്ടി പോവുകയാണ്. മെട്രോ വരും 5 minutes. പുറത്തേക്ക് പോകണം. ഓക്കെ, മെട്രോ വന്നിറങ്ങി നമുക്ക് പുറത്തേക്ക് പോകണം. അപ്പം ഇതാ ടിക്കറ്റ് എന്നാണ് കേട്ടോ. പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, ഓൾസോ ഇങ്ങനെ കളയുന്നതാണ് കേട്ടോ നല്ലത്. അതൊക്കെ അവിടെ വലിച്ചെറിയണമെങ്കിലും വിലയിലേക്കുള്ള നോക്കാണ് കേട്ടോ. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഞങ്ങളെ കാണിച്ചു കൊടുക്കണ്ടേ തന്നെ? ഇല്ല, ഓക്കെ എത്തിട്ടോ. വല്ലതും ഇവിടെ കഴിക്കാനോ ചോദിക്കാം. നമ്മളെത്തിയപ്പോൾ തന്നെ ഏകദേശം 2:30 ആയി. സോ ഓൾറെഡി എല്ലാവരും കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കഴിച്ചിട്ട് ഇറങ്ങിയതൊന്നും ആയിരിക്കത്തില്ല, തിരക്കാണ്. ആണോ? അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് ഫുഡ് കിട്ടണമെങ്കിൽ. ഞങ്ങളതുകൊണ്ട് സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. സ്പേസ് ഉണ്ട്. വെയിറ്റ് ചെയ്യണം ഗൈസ്. കുറച്ച് നേരമായി, ഒരു 1/2 hour ആയി കേട്ടോ എത്തിയപ്പോൾ. കുറച്ചുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് കണ്ടോ, അവർ വന്നിട്ട് ഇങ്ങനെ പേരൊക്കെ വിളിക്കും. എന്നിട്ടിങ്ങനെ ആൾക്കാരങ്ങനെ കയറി പോകണം കേട്ടോ. പേരൊക്കെ വിളിച്ചിട്ട് വിളിക്കുന്ന പോലെ. അങ്ങനെ നമുക്കവിടെ സീറ്റ് കിട്ടി. നമ്മൾ അന്നേരം ഇപ്പോൾ അവിടെ നിന്നും
ടയേർഡാണ് ഗൈസ്. ഫുഡിന് ഓർഡർ ചെയ്തിട്ട് ടയേർഡായിട്ടിരിക്കുന്നു ഗൈസ്. നല്ല തിരക്കുണ്ട് കേട്ടോ. അത് കുറേ നേരം അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് ചെമ്മീൻ റോസ്റ്റ് കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ഒരു സിലോപ്പിയ ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും എത്തി. അപ്പം നമ്മളിനി ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം നമ്മൾ സിലോപ്പിയാണ് പറഞ്ഞത്. ഈ സിലോപ്പി ഫ്രൈ വന്നു കഴിക്കുകയാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടമായത് എക്സ്പ്രഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ടേസ്റ്റ് കൊണ്ട് അടുത്തതും കൂടി എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ ഞാനാണെങ്കിലും കണ്ടോ ഫുഡ് കഴിക്കണമൊക്കെ ഭയങ്കര, എനിക്ക് കറികളൊക്കെ ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾ എന്തായാലും മിസ്സാക്കില്ല കേട്ടോ. ഞാൻ എൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഏറ്റവും ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും പോയി ട്രൈ ആക്കാം. ഭയങ്കര ടേസ്റ്റാണ്. അവിടെ സർവീസ് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഞാനാരും മൈൻഡ് ചെയ്യണില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. എനിക്ക് പൊളിച്ചു തരും, എനിക്ക് എത്തത്തില്ല അവിടെ വരെ അത് പൊളിക്കാൻ. കഴിഞ്ഞു എല്ലാം എടുക്കണം കേട്ടോ. ഓക്കെ മലയാളി വൈ ഗൈസ് അങ്ങനെ ഫൈനലി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. നല്ല ഫുഡായിരുന്നു, നല്ല ടയേർഡുമാണ് ഗൈസ്. നമുക്ക് ഫുഡിൻ്റെ റിവ്യൂസൊക്കെ ചോദിക്കാം കേട്ടോ ഗൈസ്. അപ്പം ഒരാളോട് ചോദിക്കാം നമുക്ക്. പറയൂ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല ഫുഡിൻ്റെ റിവ്യൂസും പിന്നെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. എന്തായാലും നിങ്ങളിവിടെ വന്ന് കഴിക്കണം. അതുപോലെ തന്നെ ഇവരുടെ സർവീസ് ഒരു രക്ഷയില്ല, നല്ല സർവീസായിരുന്നു. അതുപോലെ ഓണറാണെങ്കിലും ഓക്കെ, എല്ലാവരും നല്ല ചിരിച്ച് എന്താ വേണ്ടേ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഫുഡൊക്കെ കഴിക്കാൻ പോയാലും ഒരു 1-2 ടൈമൊക്കെ അല്ലേ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അത് അങ്ങനെ ആയിരുന്നില്ല. ഇവർ ഫുൾ ടൈം അവർ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് വേണ്ടതൊക്കെ കൊണ്ട് തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ഒരാളോടും കൂടി ചോദിക്കാണ്ട് കേട്ടോ. നമ്മളോട് ഫുഡ് കഴിക്കാൻ വന്ന ആളാണ്. അപ്പം ഇപ്പോൾ വരും കേട്ടോ.
നമുക്ക് ചോദിക്കാം. ഫുഡിന്റെ റിവ്യൂ. ഫുഡിന്റെ റിവ്യൂ ഫുഡായിരുന്നു. പ്രത്യേകിച്ച് മീനിന് വെക്കുന്ന മസാല നല്ല അടിപൊളിയാണ്. ഓക്കെ. അവരുടെ സർവീസ് ഒക്കെയോ? സർവീസ് ഒക്കെ നല്ലതായിരുന്നു. ആണോ? എപ്പോഴും ഒരാൾ നമ്മളെ ശ്രദ്ധിക്കാനുണ്ടാവും. ഓക്കെ. എല്ലാവരും വയറൊക്കെ നിറഞ്ഞോ? അതുപോലെ എനിക്ക് ഫുഡ് ഒരുപാട് ഇഷ്ടമായി. അതുപോലെ തന്നെ എൻ്റെ വയറ് ഫില്ലായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റും. നല്ല ഫുഡായിരുന്നു. ഞങ്ങൾക്ക് നല്ല രീതിക്ക് എന്നെ കീറി കൊണ്ടുപോയി. നല്ല ഫുഡായിരുന്നു. ഇവിടുത്തെ സർവീസും നല്ലായിരുന്നു. ഓക്കെ. എല്ലാം കൊണ്ടും വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഓ ഓക്കെ. തടിപ്പാലം നമ്മുടെ കിൻഡർ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ലൊക്കേഷൻ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ. നിങ്ങൾ